ടെൻഷൻ ഉണ്ടായിരുന്നോ ഈ അങ്ങനെ ഒരു പറയുന്ന പോലെ ഒരു കോമ്പിനേഷൻ എന്ന് വരുമ്പോഴത്തേക്കും കുറച്ചുകൂടി ഫ്രണ്ട്ലി ആവണം എന്നൊക്കെ പറഞ്ഞപ്പോ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നില്ലേ? എനിക്ക് അങ്ങനെ ഒരു ടെൻഷൻ എന്തോ ദൈവം അനുഗ്രഹിച്ചിട്ടുണ്ടായിരുന്നില്ല. ഒരു സമയത്തും അങ്ങനെ ഒരു പേടി വന്നില്ല എന്നുള്ളതായിരുന്നു എന്നെ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്തത്. കാരണം ഇപ്പൊ ലാലേട്ടന്റെ കൂടെ പെർഫോം ചെയ്യുമ്പോൾ നമുക്ക് അത്രയും കംഫർട്ടബിൾ ആണെങ്കിൽ മാത്രമേ സ്ക്രീനിൽ ഇങ്ങനെ ഒരു സാധനം ചെയ്യാൻ പറ്റുള്ളൂ. ഇത്രയും ഇവര് രണ്ടുപേരും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇവരൊരുപോലെ സംസാരിക്കണം. ഇടയ്ക്ക് എനിക്ക് അങ്ങോട്ട് ശകാരിക്കും ഉപദേശിക്കൊക്കെ വേണം എന്ന് പറയുമ്പോ ആ പേടി ഉണ്ടെങ്കിൽ അത് നമുക്ക് കാണാൻ പറ്റും. എത്ര നമ്മൾ മറച്ചേക്കാൻ നോക്കിയാലും അത് കാണാൻ പറ്റും. അപ്പോ ഒരു രണ്ടാമത്തെയോ മൂന്നാമത്തെയോ ദിവസമൊക്കെ തന്നെ എനിക്ക് ഐസ് ബ്രേക്ക് ഉണ്ടായി ഭയങ്കര പ്രോപ്പറായിട്ട്. ലാലേട്ടൻ ആദ്യം മുതലേ അത് ടേക്ക് കെയർ ചെയ്താണ് പോകുന്നത്. എനിക്കിത് ഉണ്ടാവുന്നത് തുടങ്ങി എനിക്ക് ഭയങ്കര എളുപ്പമായിരുന്നു. ആദ്യത്തെ ദിവസങ്ങളൊക്കെ ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു സാധനങ്ങളൊക്കെ ആയിരുന്നു. പിന്നീട് അങ്ങോട്ട് നമ്മുടെ ഒരു മെയിൻ സീക്വൻസ് നമ്മൾ ചെയ്ത് അതിലൊരു ലെങ്ത് ഡയലോഗ് എനിക്കായിരുന്നു അതിലെ ഫുൾ ലെങ്ത് ഡയലോഗ് വന്നത്. അപ്പൊ ഞാനിങ്ങനെ ഡയലോഗ് പറഞ്ഞു വരുമ്പോൾ ലാലേട്ടൻ ഇങ്ങനെ റിയാക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴേക്കും സത്യൻ സാറ് സീൻ എല്ലാവരും ഹാപ്പി കഴിഞ്ഞു കൊടുന്നിട്ട് പറഞ്ഞു, എല്ലാവരും പറഞ്ഞു നീ ഭയങ്കര അടിപൊളിയായിട്ട് ചെയ്തു എന്ന് പറഞ്ഞു. അതായത് എന്റെ മൊമെന്റ്. ഞാൻ ഇപ്പോഴും വാട്സപ്പിൽ ഇങ്ങനെ ഞാനിങ്ങനെ ഒരു മമിതയ്ക്ക് ഒരു മെസ്സേജ് അയച്ചു, ഇങ്ങനെ സത്യൻ സാറ് ലാലേട്ടൻ ഇങ്ങനെ പറഞ്ഞു എന്റെ അടുത്ത് വന്ന് പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇപ്പോഴും സ്റ്റാർ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതായിരുന്നു എന്റെ ഫസ്റ്റ് മൊമെന്റ്. പിന്നീട് അങ്ങോട്ടൊക്കെ എല്ലാം എനിക്ക് പേടി ഉണ്ടായിരുന്നില്ല. പേടി ഞാനായിട്ട് തന്നെ അങ്ങോട്ട് മാറ്റി വെച്ചു. അത് ഭയങ്കര ഹെൽപ്പ് ചെയ്തു. ഈ സിനിമയിൽ നിന്ന് അല്ലെങ്കിൽ മോഹൻലാലിന്റെ കൂടെ അഭിനയിച്ചിട്ട് സംഗീതിന് അദ്ദേഹത്തിന്റെ ഒരു അഭിനയത്തിലായിക്കോട്ടെ അല്ലെങ്കിൽ ഒരു വ്യക്തി ജീവിതത്തിലായിട്ട് അത് നിങ്ങൾ പേഴ്സണലി വലിയ അടുപ്പം ഉണ്ടായിരുന്നല്ലോ, അദ്ദേഹത്തിൽ നിന്നും ഒരു ഉൾക്കൊണ്ട ഒരു പാഠം എന്തായിരിക്കും? ഭയങ്കര ഗ്രൗണ്ടഡ് ആണ്. എല്ലാവർക്കും നമ്മളുടെ ഏറ്റവും വലിയ എന്താ പറയണ നമ്മുടെ ഗോഡ് ആസ് ആൻ ആക്ടേഴ്സ് പ്രേക്ഷകരാണെന്ന് ഭയങ്കരമായിട്ട് റിയലൈസ് ചെയ്യുന്ന ആളാണ്. എപ്പോഴും ലാലേട്ടനെ കാണാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ആൾക്കാർ വന്നുകൊണ്ടേയിരിക്കും. അവിടെ പരിചയക്കാരും സ്നേഹമുള്ളവരും ഗിഫ്റ്റുകളായിട്ടും അല്ലാണ്ടും ഒക്കെ. അപ്പോൾ ഞാനൊക്കെ പല സ്റ്റേജിലും നമ്മുടെയൊക്കെ മാനസികാവസ്ഥ വെച്ചിട്ടൊക്കെ ആയിരിക്കാം നമുക്കും ചിലപ്പോൾ പ്രഷർ വരും. ചിലപ്പോൾ ഒരാൾ സെൽഫി എടുക്കാൻ വരുമ്പോഴാണെങ്കിൽ പോലും ഉള്ളിൻ്റെ ഉള്ളിലെങ്കിലും ചെറിയ കുറേ നമ്പറൊക്കെ ആകുമ്പോൾ ടയേർഡാവും. പക്ഷെ ലാലേട്ടനിൽ നിന്ന് പഠിച്ചത് അങ്ങനെ ഒരു ടയേർഡ്നെസ് ഇല്ല, അല്ലെങ്കിൽ എന്തെങ്കിലും അത് ഫീൽ ചെയ്യില്ല, കാണിക്കില്ല. അങ്ങനെ അതൊരു ഭയങ്കര ലേണിംഗ് ആയിരുന്നു.